ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചും കൂടെ മധുരം ഇടാമോ? വാട്ടർ ബോട്ടിൽ സ്റ്റോർ എടുത്തു വെച്ച് കുടിക്കടാ. എന്നാ അമ്മയ്ക്ക് തരുമോ? കുറച്ച് ഇന്നലെ പൊട്ടിക്കാതെ മാറ്റി. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ വാങ്ങിച്ചു കൊണ്ടതാ. എന്ത് പറ്റി ഇതുകൊണ്ടൊക്കെ? അപ്പൊ ഇന്നലെ കുറച്ച് പൈനാപ്പിൾ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ഇന്നലെ രാത്രി തന്നെ വെച്ചു ജ്യൂസ് അടിച്ചൊക്കെ ഇവർക്ക് കൊടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇനിയിപ്പോ ജ്യൂസ് അടിക്കും. അപ്പൊ വൈകിട്ട് വരുമ്പോഴത്തേക്ക് കുടിക്കാനായിട്ട് രാവിലെ തന്നെ ഫ്രിഡ്ജിനകത്ത് ഐസൊക്കെ വെച്ചിട്ട് വെള്ളം വെച്ചിട്ടാണ് പോയത്. ഇപ്പൊ അത് ഐസായി കാണും. ഇന്നലെ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്ത് വൈകുന്നേരം തന്നെ ജ്യൂസ് അടിച്ചു കൊടുത്ത് ഇവർക്ക് കടിച്ച് തിന്നുമ്പോൾ ഈ മുള്ളു തട്ടുന്നതുകൊണ്ട് അവർക്ക് വേണ്ടെന്ന്. അപ്പൊ ഇന്നലെ വൈകുന്നേരം തന്നെ അവർക്ക് രണ്ട് മൂന്നെണ്ണം എടുത്ത് അടിച്ചു കൊടുത്തു. ബാക്കി ഇത് വെച്ചിരുന്നു. അപ്പൊ ഇന്ന് അടിക്കാനായിട്ട് വെച്ചിരുന്നതാണ്. അപ്പൊ ഞാൻ വെച്ച് രാവിലെ അടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോൾ ജ്യൂസൊക്കെ വൈകിട്ടല്ലല്ലോ കഴിക്കുന്നത്, ഉച്ചയ്ക്കോ രാവിലെയൊക്കെ കുടിക്കാന്ന് വെച്ചിട്ട് രാവിലെ കൊടുക്കാന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട, വൈകിട്ട് മതി. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വൈകിട്ടാക്കാന്ന് വെച്ച് രാവിലെ തന്നെ കിച്ചു ഫ്രീസറിൽ ഐസൊക്കെ വെച്ചിട്ടാണ് പോയി. ഞാൻ ഐസ് അങ്ങനെ ഇവിടെ ഫ്രീസറിൽ വെക്കത്തില്ല കേട്ടോ. വെച്ച് ഇവ എടുത്തോണ്ടില്ല. കപ്പലിൻ്റെയും മുട്ടയൊക്കെ ചവച്ചിരുന്നില്ല, അതുപോലെ ഇവൻ ചവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രീസറിൽ വെക്കത്തില്ല വെള്ളം അങ്ങനെ. ഇന്നലെ എന്നാലും ചില ദിവസങ്ങൾക്ക് കാണും അതിനകത്തിനെ, എന്നും അങ്ങനെ വെക്കാതിരിക്കത്തില്ല. ഇവ ഇത്തിരി ഐസ് കഴിപ്പ് ഒന്നും മറന്നിരിക്കുമ്പോൾ ഞാൻ പിന്നെ വെക്കും. അപ്പൊ എല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് ഒരെണ്ണം രാവിലെ ഇരുന്ന് കഴിച്ചതാട്ടോ. ഇവരൊക്കെ സ്കൂളിൽ പോയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നപ്പം ഇന്ന് ഒരെണ്ണം എടുത്ത് വെച്ച് കണ്ടിച്ച് കഴിച്ചു. ബാക്കി ഇത്ര ഇരിപ്പുണ്ട്. കൊച്ചു പൈനാപ്പിൾ, അതുകൊണ്ട് ഒരെണ്ണമൊക്കെ കഴിക്കുന്ന പോലെ ഒന്നും ആവില്ല. ഇത് കൊച്ചു പീസാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. എനിക്ക് പൈനാപ്പിൾ കഴിക്കുന്നേക്കാൾ ഇഷ്ടമാണെന്ന് അറിയാമോ? ഇതിനെ മധ്യത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം, ഈ പൈനാപ്പിളിന്റെ മധ്യത്തിരിക്കുന്നത്, ഇതാണ് എനിക്കിഷ്ടം കഴിക്കുക. ഇതൊരുമാതിരി കരിമുര, നമ്മൾ ഈ കരിമ്പൊക്കെ കഴിക്കുന്നതൊക്കെ ഒരു കട്ടി കൊണ്ടൊരു മധുരമുണ്ട്. ഇതാണ് എനിക്കിഷ്ടത്തില്ല. ഇത് ചവച്ചിട്ട് ബാക്കി തുപ്പി കളയണം ഇറക്കി കഴിഞ്ഞിട്ട്. നീ അത് ഇങ്ങണ്ട, നീ ഇത് ഇല്ല പൈനാപ്പിൾ ഇല്ല. കണ്ടാന്ന് വെട്ടിയായിരിക്ക. ജ്യൂസ് അടിക്കാനില്ല, ഒന്നും കുഴപ്പമില്ല. ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാ കഴിച്ചുകൂടെ? കഴിക്കുന്നതാണ്, കഴിക്കുവാണ്. ഇവിടെ കാത്തിരുന്ന ഇത്രയും സമയം കേട്ടോ. അങ്ങനെ അവളൂടെ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതിയമ്മ. അപ്പൊ ഇനി ഇന്ന് തന്നെ രാത്രിയാവും. ചെറിയ പീസ് എടുത്ത് നീ വേണമെങ്കിൽ എടുത്തോ. നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസ് മതി എന്ന് പറഞ്ഞാൽ ഇത്രയും സാഹസികമായിട്ട് ജ്യൂസ് അടിക്കാൻ വന്നു. അല്ലെങ്കിൽ കണ്ടിച്ചു കൊടുത്താൽ എനിക്ക് അതായിരുന്നു എളുപ്പം. അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജ്യൂസ് അടിക്കാം. ഇതിപ്പോൾ ഇന്നലെ ഞാൻ വൈകുന്നേരം ജ്യൂസ് അടിച്ചതാ, അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചില്ല. ഇത് ബാക്കി പൈനാപ്പിൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്ത് മാറ്റി വെച്ചില്ല. ഞാൻ ഇന്ന് അടിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്നലെ എടുത്തിട്ട് തിരിച്ച് വെക്കാതെ ഇവിടെ തന്നെ കഴുകി വെച്ചു. ജ്യൂസ് അടിക്കണം. ടൊമാറ്റോ റൈസ് ഇല്ലമ്മ മതി. എല്ലാം ഇട്ട് അരയ്ക്കാൻ പാടാടാ. മതി, അടുത്തിട്ട് ഇപ്പം അരയ്ക്കാം. വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്ന കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണം, എന്നിട്ട് അടിക്കുന്നു. കഴിക്കാവോ? ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ.
വൈഷ്ണവ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരും, അങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കുക. കിച്ചൺ വൈഷ്ണവ് ടൊമാറ്റോ റൈസ് വേണ്ടേ? അവന് വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര പാടാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ സ്നാക്സോ അല്ലെങ്കിൽ രാവിലത്തെ ദോശയോ. കൃഷ്ണപ്രിയ അത്രയും അവന് ഇഷ്ടമല്ല തോന്നുന്നു ടൊമാറ്റോ റൈസ്. ആണാടാ ഇഷ്ടമൊന്നും കഴിക്കുമെന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല. എന്നാലും ഒരു ചെറിയൊരു ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചില്ല, കുറച്ച് വെള്ളമേ ഒഴിച്ചോളൂ. അല്ലെങ്കിൽ ഒട്ട് വെള്ളം ഒഴിക്കാൻ ഇതിനെ അരച്ചെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ജ്യൂസിന് മധുരം കാണത്തില്ല. ഇത്തിരി കഴിച്ചാലും മധുരം കാണൂല. പഞ്ചസാര എത്തി ഇട്ട് കൊടുക്കണം. പഞ്ചസാര എത്തി കൂടെ കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ജ്യൂസ് കുടിക്കാനൊരു ടേസ്റ്റ് ആകത്തുള്ളൂ. നല്ല മണവുമുണ്ട്. നല്ല മണമാണ്. ഇവിടെ ഇന്നലെ രാത്രി ഭയങ്കര മണമായിരുന്നു. ഇന്നലെ വൈകിട്ട് കുറച്ച് എടുത്തിട്ട് ബാക്കിയോടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. രാത്രി ആകുമ്പോൾ അങ്ങ് പൈനാപ്പിളിന് ഭയങ്കര മണമാണ് പൈനാപ്പിളിന്റെ. ഇപ്പൊ പൈനാപ്പിൾ എന്ന് മറന്നു, മാംഗോ എന്ന് മാത്രം പറയും. അപ്പൊ മാംഗോ ജ്യൂസ് അടിച്ചാൽ വന്നിട്ട് അപ്പൊ കൃഷ്ണപ്രിയ പറഞ്ഞാൽ രാവിലെ അടിക്കണ്ടാന്ന്, അതുകൊണ്ട് ഇത്ര തന്നെ വെയിറ്റ് ചെയ്തത്. ഞാൻ രാവിലെ അടിച്ചു കൊടുത്തേ. കഴിയാമോ? വാങ്ങി മധുരമുണ്ട്. നമുക്ക് മധുരത്തിന് മുമ്പിൽ നിൽക്കണം, അതാ പ്രശ്നം. എന്തായാലും കുറച്ച് വിടയാ. എനിക്കാണ് കൃഷ്ണപ്രിയ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരുന്നു. നമ്മളെല്ലാവരും കുടിച്ച് നമുക്കൊക്കെ തന്നിട്ട് ബാക്കി. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറക്കും അടയ്ക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജ് തുറക്കുക അടയ്ക്കലോ ആണ്. എന്നാൽ ഇത്തിരി കൂടുതലായിട്ട്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേക്കാൻ ഞാൻ അറിഞ്ഞില്ല. നമുക്ക് കുടിക്കാൻ തന്നിട്ട് തീർന്നും പറഞ്ഞു. പിന്നെ നോക്കിയിട്ട് എന്തുവാണെന്നറിയോ, ഇവൾ അതിനകത്തൊരു കരണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് തുറക്കും, ഞാൻ കാണാതെ പതുക്കെ അതിൽ നിന്ന് കോരി ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് കുടിക്കും, വീണ്ടും പോയി ഫ്രിഡ്ജ് അടയ്ക്കും, വരും, പിന്നെയും പോയി. എന്നാൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കും, അതുമില്ല. ഞാൻ വഴക്കുറയെന്ന് പറഞ്ഞോണ്ടായിരിക്കും അങ്ങനെ ഒഴിച്ച് കുടിക്കാത്ത. തണുപ്പല്ലേ, സൗണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ട് വെച്ച് ഇങ്ങനെ ആക്കുന്നു. ഒരു ഇറിറ്റേഷൻ ഉണ്ട് തൊണ്ടയ്ക്ക്. അത് മാത്രം ഒരു ദിവസം അമ്മയുടെ ഫോൺ തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്. തണുപ്പിക്കാൻ വേണ്ടി ഫോൺ കാണുന്നില്ല നോക്കി. ഇവളെന്താ എന്തോ ആവശ്യത്തിന് ഫോണൊന്നും തുറന്നുകൊണ്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ ഫ്രിഡ്ജ് തുറന്നുകൊണ്ട് കണ്ട്. അപ്പൊ ഈ ഇവ അതെടുത്ത് ഫ്രിഡ്ജിലല്ല ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചേക്കുന്നു. ഒരു 10 മിനിറ്റ് കൂടുതൽ അത് ഇരുന്ന്, അതിൽ കൂടുതൽ ഇരുന്നെങ്കിൽ പിന്നെ കംപ്ലൈന്റ് ആവാത്ത അതിലുണ്ടാവും നോക്ക്. കിച്ചു ഐസ് ക്യൂബ് എടുത്തോണ്ട് മോളെ. ഐസ് ക്യൂബ് ഇട്ടിട്ട് നമുക്ക് ഇത് ഒഴിക്കാം. ഐസ് ക്യൂബ് രണ്ടെണ്ണം വെച്ചിട്ടാൽ മതി, കൂടുതലൊന്നും ഇടുന്നില്ല. ഒന്നാണ് ഉദ്ദേശിച്ചത്. മതി 2 പീസ് ഇതിനകത്ത്. അത് 3 ഉണ്ട്, അത് തണു. എനിക്ക് 3 ഇതും കൊണ്ട് പരിപാടിയാണ്. ഇതിനകത്തുകൂടെ ഐസ് ക്യൂബ് ഇട്ട് ഒരുപാട് ഐസായി. സ്ട്രോ ഇല്ല, സ്ട്രോ തീർന്നു. ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചതാ തീർന്നത്. എന്ത് കുടിച്ചാലും സ്ട്രോ ഇട്ടാ കുടിക്കുന്നത്. ഇതില്ലാതെ കുടിയിനിപ്പം വാട്ടർ ബോട്ടിൽ സ്ട്രോ എടുത്തുണ്ടോ? വാട്ടർ ബോട്ടിൽ സ്ട്രോ വേണം.
ആ. എനിക്ക് സ്ട്രോ വേണമെന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കുടിക്കുക. എടുത്തു വെച്ച് കുടിക്കടാ. എന്നാ നിങ്ങൾ നാട്ടു കുടിക്കില്ല ഇങ്ങനെ കമ്പനി നടന്ന. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ വിഷ്ണുവേ? കൊള്ളാവോ? ഫ്രിഡ്ജിൽ ഡയറി മിൽക്ക് ഇരിപ്പുണ്ട്, ഞാൻ ഒളിപ്പിച്ച് വെച്ചതാ. ഇപ്പൊ ഫ്രിഡ്ജിൽ ഐസ് എടുക്കാൻ ഇപ്പൊ കണ്ടുപിടിച്ചു. ഇനിയിപ്പോ ഇത് തീർന്നതാൻ വരെ നിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് കുടിക്കുക. എങ്ങനെയെങ്കിലും ഇപ്പൊ ജ്യൂസ് വേണ്ട, ഇത് മതി. പെട്ടെന്ന് കുടിക്കുക. കുറച്ചെടുത്തിട്ട് ബാക്കി കൊണ്ട് വെക്കണം, എല്ലാവരും ഒത്തു തീർക്കാൻ നിൽക്കരുത്. ചേച്ചി കൂടെ കൊടുക്കണേ, ഓടിച്ചേട്ടാ. ഞാൻ അമ്മയ്ക്കൂടെ തരുമോ? കുറച്ച് ഇന്നലെ പൊട്ടിക്കാതെ മാറ്റി വെച്ചതാ. പൊട്ടിച്ചത് പൊട്ടിക്കാതിരുന്നാൽ കുറച്ചും കൂടെ കിട്ടും. അങ്ങനെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു കുടിച്ചു. അതിനിടയിൽ കൂടെ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡയറി മിൽക്കൊക്കെ ഞാൻ ഒന്ന് സോപ്പിട്ടൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.